ഓരോ പ്രാവശ്യവും ജപമാല ചൊല്ലുമ്പോൾ, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഈ മരിയൻ പ്രവചനം പൂർത്തിയാവുകയാണ്. എന്താണ് മറിയത്തിന്റെ നമുക്ക് വേണ്ടിയുള്ള പ്രേക്ഷിത ദൗത്യം? ബൈബിളിലെ ഏറ്റവും ആദ്യത്തെ പ്രവചനം, ആദ്യ മാതാപിതാക്കന്മാരെ പാപക്കെണിയിൽ വീഴിച്ച സാത്താനെ ശിക്ഷിച്ചുകൊണ്ട് ദൈവം പറഞ്ഞു സാത്താനോട്, നിനക്കും സ്ത്രീക്കും തമ്മിൽ ഞാൻ ശത്രുതയുളവാക്കും, നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. സാത്താനെ പരാജയപ്പെടുത്താൻ ദൈവപുത്രനായ യേശുവിന് കഴിവുണ്ട് എന്ന് ആരും പറയേണ്ട കാര്യമില്ല. എന്നാൽ സ്ത്രീയുടെ സന്തതി എന്ന് പറയുമ്പോൾ രക്ഷാകര ചരിത്രത്തിലുടനീളം മറിയത്തിന് നമ്മെ സഹായിക്കാനും രക്ഷിക്കാനും ബന്ധനങ്ങളിൽ മോചിപ്പിക്കുവാനും ദൈവം കൊടുത്തേൽപ്പിച്ചിരിക്കുന്ന ദൗത്യ ശക്തിയുണ്ട്. പരിശുദ്ധ അമ്മയ്ക്ക് അറിയാമായിരുന്നു അമ്മ പറയുന്നത് പോലെ ചെയ്യുമെന്ന്. തന്നെ അവിടെ 6 കൽഭരണികൾ ഒഴിഞ്ഞു കിടന്നതെല്ലാം വെള്ളം വക്കോളം നിറച്ചു. യേശുവിൻ്റെ സാന്നിധ്യത്തിൽ അത് വീഞ്ഞായി മാറി. യേശുവിൻ്റെ ജീവിതത്തിലെ, പരസ്യ ജീവിതത്തിലെ ആദ്യത്തെ അത്ഭുതം അമ്മ മറിയത്തിൻ്റെ മധ്യസ്ഥം വഴിയാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ മധ്യസ്ഥം വഹിക്കാനും നമ്മുടെ വൻ തകർച്ചകളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കാനും മറിയത്തിന് കഴിവുണ്ട്, കൃപയുണ്ട്, വിളിയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയും, നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ഒരു നന്മ നിറഞ്ഞ മറിയം ഉറക്കങ്ങ് ചൊല്ലിക്കോ. നമുക്ക് വേണ്ടി മാത്രമല്ല, ചുറ്റുമുള്ള 100 1000 പേർക്ക് വേണ്ടി, പലതരത്തിലുള്ള തകർച്ചകളിൽ കൂടി കടന്നു പോകുന്നവർക്ക്, സ്വയം രക്ഷപ്പെടാൻ കഴിയാത്തവർക്ക് അമ്മ മറിയം മധ്യസ്ഥം വഹിക്കും. അമ്മ മറിയത്തിന്റെ മധ്യസ്ഥം വഴി പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടും.